ഹലോ ഫ്രണ്ട്സ്, ലേൺ വൈസ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദേവസാഗർ എന്നാണ്. നമ്മളൊരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിന് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. BPAG 173 എന്ന കോഡ് നമ്പർ വരുന്ന ഇ ഗവർണൻസ് എന്ന പേപ്പർ ആയിരുന്നു അത്. അപ്പം അതിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ജിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു യൂണിറ്റ്സിനെ പറ്റി. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ക്ലാസ് ആണ്, യൂണിറ്റ് നമ്പർ 1. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നെയാണ്. നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ 12 യൂണിറ്റ്സ്, അതായത് ബാക്കിയുള്ള 11 യൂണിറ്റ്സും എന്തൊക്കെയാണെന്ന് ഉള്ള നിങ്ങൾക്ക് ഒരു ബേസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഈ ഒരു കോഴ്സിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ICT എന്താണെന്നും ഈ ടെക്നോളജി, ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇത് മൂന്നും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഈ യൂണിറ്റ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാ പറയുന്നത് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് എവല്യൂഷൻ, അതായത് ICT വന്നത് എങ്ങനെയാണ്, അതിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നാണ് ഇതിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ICT, ഒരു 4 ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ICTനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് MISനെ പറ്റി, BISനെ പറ്റിയും TPSനെ പറ്റിയൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം നമുക്ക്. വെബോപീഡിയ ഡിഫൈൻസ് ഇൻഫർമേഷൻ. അതായത് വെബോപീഡിയ എന്ന് പറയുന്നത് ഒരു ടെക് ഡിക്ഷണറിയാണ്, ഒരു ഓൺലൈൻ ടെക് ഡിക്ഷണറിയാണ്. അത് ഇൻഫർമേഷൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇൻഫർമേഷന് പല രീതിയിലെ ഡെഫിനിഷൻസ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഒന്നും ഇല്ല. ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ്, അതായത് ഇൻഫർമേഷൻ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡാറ്റ, ഇൻസ്ട്രക്ഷൻ, നോളജ്, മീനിങ്, കമ്മ്യൂണിക്കേഷൻ, റെപ്രസെന്റേഷൻ ആൻഡ് മെന്റൽ സ്റ്റിമുലസ്. ഇതിലും അത്ര ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ ഒന്നല്ല കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ, അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ്, ഡാറ്റ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് പിന്നെ നോളജ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് പറയാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെസ്സേജ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം സെൻഡർ ടു ദ റിസീവർ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോ നിങ്ങളുമായിട്ട് സംവദിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ സെൻഡർ ആണ്, നിങ്ങൾ റിസീവർ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻസ് ആണ്, വിവരങ്ങളാണ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അതാണ് ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ പാസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ ആണ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്, വിവരങ്ങളാണ് കൈമാറുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മൾ. പിന്നെ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സ്റ്റോർഡ് ബൈ ഇൻഡിവിജ്വൽ മൈൻഡ്സ്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന സമയത്ത് പല പല കാര്യങ്ങൾ നമ്മൾ തന്നെ മൈൻഡിൽ സൂക്ഷിക്കാറുണ്ട്. അതായത് ഇൻഫർമേഷൻസ്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. അതുപോലെ തന്നെ അത് നമ്മൾ ഡിജിറ്റലി ഡോക്യുമെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ കമ്പ്യൂട്ടറുകൾ ഉണ്ട്. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് വേർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എസ്സേ എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേർഡ് ഉപയോഗിച്ച് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ഇൻഫർമേഷൻസ്. അതാണ് ICT വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഇത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ. അതായത് 10 കണക്കിന് ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനൊരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല. അപ്പം ഇതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. പിന്നെ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ എന്താണ്. ഷാനോൺ വീവർ ഗേവ് മാത്തമാറ്റിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഷാനോൺ വീവറിനെ പറ്റി ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഈ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. നിങ്ങൾ നെറ്റിനൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പർ 1 നിങ്ങൾ ഈ ഒരു തിയറി ഒക്കെ പഠിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി കൊടുത്താണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞു ഇൻഫർമേഷനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയണ്ടായി. അപ്പൊ അത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നോളജ് തന്നെ വേണമെന്നില്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പോലും അതൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. അവരുടെ
ഇടയിൽ നടക്കുന്ന എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതായത് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പറയുന്നു, എന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷാനോൺ വീവർ പറഞ്ഞ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷന്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻഡർ, എൻകോഡർ, ചാനൽ, ഡീകോഡർ, റിസീവർ. നമ്മൾ മെയിൻ ആയിട്ട് സെൻഡറും റിസീവറും മാത്രം നോക്കിയാൽ മതി. ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നു, നിങ്ങൾ അത് റിസീവ് ചെയ്യുന്നു. പിന്നെ ഇതിലെ ഇടയിൽ എൻകോഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സെൻഡർ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ടെലിഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സെൻഡർ ആണ്, ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് പറയാണ്. അപ്പൊ പറയുന്ന സമയത്ത് ആ മെസ്സേജ് എന്താ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്കറിയാലോ, നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാണ്. അപ്പം ഞാൻ പറയുന്ന മെസ്സേജ് ഹലോ എന്ന് പറയുന്നതായിരിക്കും, അത് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എൻകോഡർ എന്ന് പറയുന്നത്. അതായത് ഒരു മെഷീന്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണ്, ആ മെഷീന് ഈ മെസ്സേജിനെ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഏത് മീഡിയത്തിൽ കൂടെയാണോ ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോ ഫോണിൽ കൂടി ആകുമ്പോൾ ഫോണാണ് അവിടുത്തെ ചാനൽ വരുന്നത്. പിന്നെ ഡീകോഡർ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ എന്താ പറയുന്നത്, എൻകോഡർ എന്ന് പറയുമ്പോൾ ഈ മെസ്സേജ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്ത്. ഇവിടെ ഡീകോഡറിന്റെ പണി എന്താണെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. ഈ സിഗ്നൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, സിഗ്നൽ വന്നു, നെറ്റ്വർക്ക് കൂടെ സിഗ്നൽ ഇങ്ങനെ വരും, ആ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും എന്തായിട്ട്, മെസ്സേജ് ആയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് റിസീവർ, അപ്പുറത്താരാണോ നിൽക്കുന്നത് അയാളെ ചെവിടിലേക്ക് എന്തെത്തും, ഈ മെസ്സേജ് എന്താണെന്ന്. ഞാനിപ്പോ അവിടുന്ന് ഹലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹലോ എന്ന് അവിടെ കേൾക്കും. പക്ഷെ ഇതൊക്കെ ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഈ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ് കൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇൻഫർമേഷൻ എന്താണെന്നും കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇന്ററാക്റ്റീവ്, ട്രാൻസാക്റ്റീവ്, ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ. ഇറ്റ് ക്യാൻ ആൾസോ ബി വെർബൽ ഓർ നോൺ വെർബൽ. അതായത് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഇന്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ 1 to 1 ആണ്. അവിടെ ഒരു സമയത്ത് ഒരു റെസ്പോണ്ടന്റും അതുപോലെ തന്നെ ഒരു സെൻഡറും ഉണ്ടാവുക. അതായത് ഒരു സെൻഡറും ഒരു റിസീവറും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാനാണ് ആ സെൻഡർ, നിങ്ങൾ ആ റിസീവ് ചെയ്യുക, നിങ്ങളെ കേട്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾ സെൻഡറും ഞാൻ റിസീവറും ആവും. അതായത് 1-on-1 കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അവിടെ രണ്ടാളെ തമ്മിൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവത്തില്ല. പിന്നെ ട്രാൻസാക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള മോഡാണ്. നമ്മളിപ്പം ഒരു ലൈവ് ക്ലാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്യാണ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇൻഫർമേഷൻ നിങ്ങളോട് പറയാണ്, അപ്പൊ ഞാൻ ഇവിടെ സെൻഡർ ആണ്, നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ റിസീവർ ആണ്. പക്ഷേ നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ അതിനൊപ്പം നിങ്ങൾ ചിലപ്പം വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും വേറെ ആരോടെങ്കിലും. അപ്പൊ നിങ്ങൾ അവിടെ സെൻഡറുമായി റിസീവറുമായി. അതൊരു മൾട്ടി ടാസ്കിങ് കോൺസെപ്റ്റ് ആണ് ട്രാൻസാക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്റൻഷണൽ, ഒരു പർപ്പസിന് വേണ്ടി സംസാരിക്കുക. അതായത് നമ്മളിപ്പോ ഒരു ഇന്റൻഷനലി ടോക്ക് ചെയ്യാണ്, കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്, ഒരു പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ അൺഇന്റൻഷണൽ എന്ന് പറയുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്, പിന്നെ പ്രോക്സമിക്സ്, കൈനസിക്സ്, അങ്ങനത്തെ കുറെ ടേംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഈ ടൈപ്സ് ഉണ്ട് എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഫോർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതൊക്കെ. പിന്നെ ഇറ്റ് ക്യാൻ ആൾസോ ബി വെർബൽ ഓർ നോൺ വെർബൽ. അതറിയാലോ, വെർബൽ നമ്മൾ സംസാരിക്കുന്നത് വെർബൽ ആണ്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹായ് ഒക്കെ പറയും, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ ആക്ഷൻസ് ഒക്കെ കാണിക്കുമല്ലോ, അതാണ് നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ ആയി, ഇൻഫർമേഷൻ ആയി, അതിന്റെ ഇടയിലേക്ക് ഒരാൾ കൂടെ വരികയാണ്, അതാണ് ടെക്നോളജി. യൂസ് ഓഫ് ടെക്നോളജി ഇൻ ഇൻഫർമേഷൻ പ്രോസസിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അവിടെ ടെക്നോളജീന്റെ ഒരു ഇന്റർവെൻഷൻ ഇല്ല. പക്ഷെ നമ്മൾ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു സ്റ്റോർ ഇൻഫർമേഷൻ, ടു ട്രാൻസ്മിറ്റ് ദ ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മോഡ് ഓഫ് കീപ്പിംഗ് ഇൻഫർമേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ മൈൻഡിൽ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ടെക്നോളജി പരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പിലായാലും ഫോണിലായാലും ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പുതിയ രീതികളായി. എത്ര വേണം ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലുള്ള മെസ്സേജ് അയക്കാം, ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാം, കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, ഇമെയിലിൽ കൂടെ നമുക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാം. അപ്പം അതാണ് ICT എന്ന് പറയുമ്പോൾ ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും ടെക്നോളജിയും കൂടി ഇന്റർവൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വരികയാണ്. ഈ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ റേഡിയോ കൂടെ നമുക്ക് വാർത്തകൾ കേൾക്കാം.
അത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണ്. അതില് ടെക്നോളജി ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുകയാണ് അവിടെ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ടെലിവിഷനിലും കൂടെ നമ്മൾ വാർത്തകൾ കാണാറുണ്ട്, സീരീസുകൾ കാണാറുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കാറുണ്ട്, എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ അതിന് ഒരു ടെക്നോളജി ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുകയാണ്. നമുക്ക് അത് നമ്മുടെ എന്താണ് ഡൈനിങ് ഹാളിലേക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് റൂമിലേക്ക് എത്തിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം ഫിംഗർ ടിപ്സിലാണ്. അതാണ് ICT കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇനി അടുത്ത ടോപ്പിക് എന്താന്ന് വെച്ചാൽ എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് എമർജ് ചെയ്തത്, അതായത് അതിന്റെ ഒരു മോഡൽ, എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെ ആക്ട്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതൊക്കെയാണ്. ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്. നമുക്ക് എന്താണ് ബോർ അടിക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ വി ഹാവ് ടു ലേൺ ദിസ്. അതായത് അതിന്റെ ഒരു എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കി തന്നെ വെക്കണം. ഈ എന്താണ് വർഷങ്ങളൊക്കെ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക തന്നെ വേണം. സോ നമുക്ക് നോക്കാം, മോഡേൺ ഇറേസ് ദ ഏജ് ഓഫ് സ്പീഡ് ഡെലിവറി ഓഫ് എവരിത്തിങ്. അതാണ് നമുക്കറിയാം, ഇപ്പം സ്പീഡിന്റെ ഒരു ഏറയായി മാറിയിട്ടുണ്ട്. പണ്ട് സോഫ്റ്റ് പവറും ഹാർഡ് പവറും ഒക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു ഏജ് എന്ന് പറയുന്നത് ഫാസ്റ്റ് പവർ ആണ്, അല്ലെങ്കിൽ സ്പീഡ് പവർ ആണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പീഡായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫിംഗർ ടിപ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ എന്തെങ്കിലും വേണം സെർച്ച് ചെയ്യാം. ഇപ്പൊ അതിലും ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള AI ടെക്നോളജീസ് വന്ന് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാൻ എന്തായി, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി, ChatGPTs ആയി, അങ്ങനെ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സ് കിട്ടും. ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നത് വരെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞു. ഏതൊരു കോണറിലുള്ള ആളെയും മറ്റൊരു കോണറുള്ള ആളുമായിട്ട് ബന്ധിപ്പിക്കാൻ ഈ ICT, ഈ ടെക്നോളജി കൊണ്ട് ഇപ്പൊ കഴിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് എടുക്കുന്ന വീഡിയോ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് കാണുവാണ്. അതാണ് എല്ലാം സ്പീഡ് ഡെലിവറി, എല്ലാം ഫാസ്റ്റ് ആയി, ആക്സസിബിൾ ആയി, എളുപ്പത്തിലായി. അപ്പം ഈ തുടക്കം എവിടുന്നാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ 1970. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ 1970. ആ 1970 എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഈ ഇഗ്നോന്റെ എക്സാംസിൽ മാത്രമായിരിക്കണം, നമുക്ക് മുന്നോട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഇങ്ങനത്തെ ജനറൽ നോളജ് ചോദിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ബോർ അടിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊക്കെ ഈ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത്രയും നമ്മളെ സ്കോറിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, മെമ്മറൈസ് ചെയ്ത് വെക്കുക തന്നെ വേണം. പിന്നെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഇൻ 1977. പിന്നെ NIC വന്നു, NIC സെന്റർ. അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഗവേർണൻസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. NICന്റെ ഫോർമേഷൻ ആണ്. ഈ NICന്റെ ഫോർമേഷന് ശേഷം നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ നെറ്റ്വർക്ക്, അതായത് NIC നെറ്റ് വന്ന്. അത് 1987 കേട്ടോ. ഇവിടെ 77 ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. 87 എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അത് സാറ്റലൈറ്റ് ബേസ്ഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് NIC NTT വരുന്നതിന്റെ ശേഷം എന്താണെന്ന് വെച്ചാൽ ലേറ്റ് 1980s അവിടെ ഓഫീസേഴ്സിൽ, അതായത് ഗവൺമെന്റ് ഓഫീസേഴ്സിലായാലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാ സ്ഥലത്തും ഈ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടി. പക്ഷെ ആ കൂടുന്ന സമയത്തും അവര് ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് മാത്രമായിരുന്നു ഈ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറിനെ അവര് സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡാറ്റ എൻട്രി, അതായത് വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ പല സോഫ്റ്റ്വെയർസ്, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർസ്, അതുപോലെ തന്നെ എല്ലാ ടാസ്കും ഓട്ടോമേറ്റഡ് ആയിട്ട് ഇന്ന ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ നമുക്ക് ഈ ടാസ്ക് നല്ല രീതിക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഓർഗനൈസ്ഡ് വേ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇമെയിൽസിന്റെ ഉപയോഗം അവിടെ കൂട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ ഓഫീസിലുള്ള ഇൻഫർമേഷൻ മറ്റൊരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ അയക്കാൻ വേണ്ടി ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവിടെ ICTന്റെ ഉപയോഗം അവർ കൂട്ടുകയാണ്, അവർ ഫെമിലിയറൈസ് ആവുകയാണ്. ഫെമിലിയറൈസ് ആയിട്ട് അതിനുശേഷമാണ് നമ്മൾ സിറ്റിസൺസും ഇതിനൊക്കെ അവെയർ ആവാൻ പോകുന്നത്. സിറ്റിസണ് ഇതിനെ പറ്റി പിന്നീട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നു. അതിലൂടെ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള, ആക്സസിബിൾ ആയിട്ടുള്ള, ടൈം കൺസ്യൂമിങ് വളരെ കുറവായിട്ടുള്ള ഒരു ഗവർണൻസ് അവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
പിന്നീട് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് NICന്റെ കുറച്ചുകൂടെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു സ്ട്രീമാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ ICT വൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് DIS അവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ 1999 അതായത് 1999 കുറച്ചുകൂടി ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ളൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വാസ് ക്രിയേറ്റഡ്. അവിടെ ഒരു പ്രോപ്പർ മിനിസ്ട്രി അവിടെ ഉണ്ടാവുകയാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടാവുകയാണ്, ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് ICTനെ വീക്ഷിക്കാനും അതിന്റെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഒരു അതോറിറ്റി അവിടെ ഒഫീഷ്യലി ഉണ്ടാവുകയാണ്. ആ അതോറിറ്റി പോയിന്റ് ഔട്ട് ചെയ്ത ഒരു 12 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 പോയിന്റ് അജണ്ട. ഇത് നമ്മുടെ ഇഗ്നുവിന്റെ മെറ്റീരിയൽ കുറച്ച് വാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളത് പഠിക്കാനുള്ള ഒരു മൂഡ് പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്ക് ഒരു 12 പോയിന്റ് ഷോർട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈച്ച് മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് പ്രൊവൈഡ് PCs വിത്ത് നെസസറി സോഫ്റ്റ്വെയർ. അത് എല്ലാ മിനിസ്ട്രികളും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലേക്കും PC പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എത്തിക്കണം. കമ്പ്യൂട്ടേഴ്സ് എത്തിച്ചാൽ മാത്രം പോരാ, അവിടെ ബേസിക് ആയിട്ടുള്ള ICT മാത്രം പോരാ. സോഫ്റ്റ്വെയർസ്, ന്യൂ സോഫ്റ്റ്വെയർസ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, ടാസ്ക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കണ്ട് അറിഞ്ഞ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർസും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. പിന്നെ എഡ്യൂക്കേറ്റ് ട്രെയിനിങ്. ഇത് ICT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടണം, സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണം. പിന്നെ ഓഫീസ് പ്രൊസീജിയർ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ടാസ്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഡെഡ് ലൈന് മീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവും അവിടെ, ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുവരണം. പിന്നെ പേറോൾ അക്കൗണ്ടിങ് ആൻഡ് ഹൗസ് കീപ്പിംഗ് സോഫ്റ്റ്വെയർ. പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളെ സാലറി പരമായ കാര്യങ്ങളൊക്കെ ഈ ICTയിലൂടെയാണ് പ്രോസസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആക്കണം. പിന്നെ ഹൗസ് കീപ്പിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഓരോരുത്തർക്ക് ടാസ്ക് അസൈൻ ചെയ്യാനും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ വളർത്തിക്കൊണ്ടുവരാനും അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇതൊന്നും പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിന്റെ ഏകദേശം വർക്ക് എന്ന് പറയുന്നത് ഈ ഓഫീസുകളിലെ ആയാലും ഓർഗനൈസേഷനിലെ ആയാലും അവിടുത്തെ വർക്ക്സ് ഒക്കെ ഓട്ടോമേറ്റഡ് ആക്കുക, കുറച്ചുകൂടി കൺവീനിയന്റ് ആക്കുക എന്നുള്ള രീതിക്കാണ്. പിന്നെ ഡിസമിനേറ്റ് ദ യൂസ് ഓഫ് ഇമെയിൽസ്. നേരത്തെ പറഞ്ഞ പോലെ ഇമെയിൽസ് യൂസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യണം. അതായത് നമ്മൾ കുറച്ചുകൂടി സുപരിചിതമാകണം. ഒഫീഷ്യൽ യൂസേഴ്സിന് ഇമെയിൽസ് യൂസ് ചെയ്യണം ഓഫീസേഴ്സ്. അതുപോലെ തന്നെ വെബ് എനേബിൾഡ് ഗ്രീവിയൻസ് റിഡ്രസൽ സോഫ്റ്റ്വെയർ. അതായത് ഗ്രീവിയൻസ് റിഡ്രസൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് അടിയിലൊരു ഓപ്ഷൻ ഉണ്ടോ, അതായത് നമുക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറ്റും. അതായത് അവരുടെ വെബ്സൈറ്റിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുക്കണം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഹാവ് ദെയർ ഓൺ വെബ്സൈറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഓൺ വെബ്സൈറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഓൾ ആക്ട്സ് റൂൾസ് ഷുഡ് ബി ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് ആക്സസിബിൾ ടു പബ്ലിക്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പുറത്തെടുക്കുന്ന ആക്ട്സ്, റൂൾസ്, പിന്നെ കുറെ സർക്കുലേഴ്സ് ഉണ്ടാവും. ഇപ്പം ഇഗ്നുവിന്റെ സൈറ്റ് തന്നെ ഉണ്ടാവും. അപ്പം അവിടെ എക്സാമിന്റെ ഇതായാലും ഫീ അടയ്ക്കേണ്ടതായാലും ഓരോ സർക്കുലർ ഇറക്കുമ്പോഴും ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഫോമിൽ കിട്ടുന്നുണ്ട്. പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിജിറ്റൽ ഫോമിൽ അവരുടെ വെബ്സൈറ്റിൽ ഇടുന്നുണ്ട്, എൻറോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോംസ് വിച്ച് ആർ നീഡഡ് ഫോർ സിറ്റിസൺ ഷുഡ് ബി ഇൻ വെബ്സൈറ്റ്. അതായത് നമുക്ക് ആവശ്യമായ ഫോംസ് അപ്പം വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കോളേജിന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ചിലപ്പം വേണ്ടി വരും പല പല ആവശ്യങ്ങൾക്ക്. അപ്പം ഈ ബോണഫൈഡ് സർട്ടിഫിക്കറ്റിന്റെ ഫോം അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഹിന്ദി വേർഷൻ ഓഫ് ദ കണ്ടന്റ്, ഇംഗ്ലീഷ് വേർഷൻ ആയുള്ള സാധനങ്ങളൊക്കെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഭൂരിഭാഗം ഹിന്ദിക്കാരാണ് നമുക്കറിയാലോ, അതുകൊണ്ടാണ്. പിന്നെ ഇലക്ട്രോണിക് ഡെലിവറി സർവീസ് ടു പബ്ലിക്. ഇത് മൊത്തം എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡെലിവറി തന്നെയാണ്. ഫിംഗർ ടിപ്സിൽ അവരുടെ സർവീസ് എത്തിക്കുക. അതിനാണ് അക്ഷയ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ IT വിഷൻ ഓർ സ്ട്രാറ്റജി ഫോർ എ 5-year പീരീഡ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനായാലും മിനിസ്ട്രിക്കായാലും ഒരു വീക്ഷണം ഉണ്ടാവണം.
അവരുടെ അവരുടെ ICT എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അടുത്ത 5 വർഷത്തേക്ക് എന്തെല്ലാം സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ളൊരു വീക്ഷണം അവർക്ക് ഉണ്ടാവണം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 4 types of application of ICT ആണ്. അതായത് ICT എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പല പല മേഖലകളിലേക്ക്. ഇത് പ്രൊപ്പോസ്ഡ് ബൈ ഹാരി ബോമാൻ. അദ്ദേഹം ഒരു ഡച്ച് റിസർച്ചർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആണ് ഈ 4 types of application of ICT. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇൻഫർമേഷൻ സർവീസ്. നേരത്തെ നമ്മൾ ഇൻഫർമേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡാറ്റാ ബേസസ് ആദ്യം ഉണ്ടായിരുന്നത് മൈൻഡ് ബേസ്ഡ് ആയിരുന്നു, നമ്മൾ ഇൻഫർമേഷൻ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. പിന്നെ ഡാറ്റാ ബേസ്ഡ് ആയി. ഇപ്പൊ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഡാറ്റാസ് നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അത് തന്നെയാണ് ഈ ഇൻഫർമേഷൻ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് അറിയണമെങ്കിൽ, അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എവിടെയുണ്ട്? ഗൂഗിളിൽ ഫീഡഡ് ആണ്, ഒരു ഡാറ്റാ ബേസിൽ ഫീഡഡ് ആണ് എല്ലാ കാര്യങ്ങളും. അതാത് ഫീൽഡിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡാറ്റാ ബേസസിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഗൂഗിളിൽ നമ്മൾ കയറിയിട്ട് ഇന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിൽ നമുക്ക് ആ കാര്യം നമുക്ക് കിട്ടും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പെട്ടെന്നായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇൻഫർമേഷൻ, ടൺസ് ഓഫ് ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ICT കൊണ്ടുള്ള ഒരു മാറ്റം. അതായത് ഇൻഫർമേഷന്റെ കാര്യത്തിൽ ഇൻഫർമേഷൻ സർവീസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയി, സെക്യൂർ ആയി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചുകൂടി സെക്യൂർ ആണ്. പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ, പിന്നെ പബ്ലിക് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഫിംഗർ ടിപ്സിൽ കിട്ടും. അതാണ് ഈ ഇൻഫർമേഷൻ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ICTന്റെ അപ്ലിക്കേഷൻ ഇൻഫർമേഷൻ സർവീസിനെ എങ്ങനെ മാറ്റിമറിച്ചു ആണ് ഇതിൽ ജസ്റ്റ് നമ്മളോട് പറയുന്നത്. അതായത് കുറച്ചുകൂടി എളുപ്പത്തിലായി, കുറച്ചുകൂടി ആക്സസിബിൾ ആയി. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇൻഫർമേഷൻ മേ ബി ഇൻ ദ ഫോം ഓഫ് ഓഡിയോസിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും, വീഡിയോസിൽ കിട്ടും, പിക്ചേഴ്സ് കിട്ടും. അതുപോലെ തന്നെ വേറൊരു ഡിസ്റ്റിങ്ഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിങ്ഷൻ ക്യാൻ ബി സീൻ ഓൺ ദ നേച്ചർ. അതിന്റെ ഇൻഫർമേഷന്റെ നേച്ചറിന്റെ പ്രകാരത്തിൽ ഒരു ഡിസ്റ്റിങ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് നമുക്ക് കറൻസീസിന്റെ വാല്യൂവിനെ പറ്റി, ഇപ്പം ഇന്ത്യൻ രൂപയും അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറും തമ്മിലുള്ള ആ മൂല്യം എന്താണ്, പിന്നെ പ്രൈസസ്, പിന്നെ സ്റ്റോക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്നവരാണെന്ന് വെച്ചാല് സ്റ്റോക്കിന്റെ വിലക്കയറ്റവും ഇടിവൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എക്കണോമിക് ഇൻഫർമേഷൻ, അതായത് മാർക്കറ്റിന്റെ ഇൻഫർമേഷൻ, സ്വർണ്ണവില കൂടി, സ്വർണ്ണവില കുറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ നമുക്ക് ICTയിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ലീഗൽ ഇൻഫർമേഷൻസ്, എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ആർട്ടിക്കിൾസ് എടുത്തു മാറ്റുക, കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോസ്, സുപ്രീം കോടതിന്റെ വെർഡിക്ട്സ്, ഹൈക്കോർട്ടിന്റെ വെർഡിക്ട്സ്, അങ്ങനെയെല്ലാം അതാണ് ലീഗൽ ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്ത് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പം അവിടെ ഒരു റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ അറിയും, നമ്മളിവിടെ ബിഗ് സ്ക്രീനിൽ കാണുന്നുണ്ട്. അതൊക്കെ ഈ ന്യൂസസിലൂടെ ഒക്കെ കാണുന്നുണ്ട്. അതാണ് വലിയ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ഇൻഫർമേഷൻസ്, RTI ആക്ടിലൂടെ ഗവൺമെന്റിന്റെ പബ്ലിക് ഓഫീസസിന്റെ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഗേദർ ചെയ്യാൻ പറ്റും. പേഴ്സണൽ അല്ലാത്ത ഇൻഫർമേഷൻസ് ഗേദർ ചെയ്യാൻ പറ്റും. പിന്നെ ജനറൽ ന്യൂസ്, സാധാരണ ന്യൂസ്, എഡിറ്റോറിയൽ ബോർഡ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ സച്ച് എൻസൈക്ലോപീഡിയ, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാൻ പറ്റൂല, അതൊരു സ്ട്രീമാണ്. എൻസൈക്ലോപീഡിയയില് നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സർവ്വവിജ്ഞാനകോശം, എല്ലാ കാര്യവും ഉണ്ടാവുന്നുള്ള. അത് എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ കിട്ടണം. സയൻസ്, സോഷ്യല്, എല്ലാ വിഷയങ്ങളും ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു അപ്ലിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ഈ കമ്മ്യൂണിക്കേഷൻ, ആദ്യം നമ്മൾ ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടായി. പിന്നെ ഈ നെക്സ്റ്റ് വരുന്ന കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഈ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ സ്പോണ്ടേനിയസ് ഇങ്ങോട്ട് എനിക്ക് റെസ്പോണ്ട് തരുന്നുണ്ട്. അതാണ് സിങ്ക്രണസ് ആയിട്ട്. ഒരേ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരുന്നു, ആ മെസ്സേജിന് റിപ്ലൈ തരുന്നു, ഫീഡ്ബാക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, വീഡിയോ കോൾ ലൈക്ക് സൂം. പക്ഷെ
നമ്മൾ ഈ അസിൻക്രണസ് ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് ടെക്സ്റ്റ് മെസ്സേജസ്, ഇമെയിൽ നമ്മളിപ്പോ അയച്ചു കഴിഞ്ഞാൽ തന്നെ അത് കണ്ടിട്ട് റിപ്ലൈ ചെയ്യാൻ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ അസിൻക്രണസ് എന്ന് പറയുന്നത് സൈമുൾട്ടേനിയസ്ലി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് അല്ല. നിങ്ങളിപ്പം ഒരു ജോബിന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾക്ക് സ്പോണ്ടേനിയസ്ലി അതിന് റിപ്ലൈ കിട്ടത്തില്ലല്ലോ. അത് അതിന്റെ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ. അതാണ് സിങ്ക്രണസും അസിങ്ക്രണസും. സിങ്ക്രണസ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് അറ്റ് എ ടൈം കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അസിങ്ക്രണസ് എന്ന് പറയുന്നത് ഒരേ സമയത്തല്ല, പിന്നീട് കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിന്റെ റെസ്പോണ്ട് കിട്ടുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സർവീസിൽ പറയുന്നത്. പിന്നെ അതില് കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റം. ഈ കമ്മ്യൂണിക്കേഷന്റെ ഈ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റം കൂടുതലായിട്ട് കോർപ്പറേഷൻസ്, ഓർഗനൈസേഷൻസിലൊക്കെ, പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലൊക്കെയാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്താന്ന് വെച്ചാല് ഈ അവിടെ പല പല ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകളൊക്കെ ഒരു ഓട്ടോമേഷൻ, ഇറ്റ് ഓട്ടോമേറ്റ്സ് ദ ടാസ്ക്. എല്ലാവർക്കും ചെയ്യേണ്ട ടാസ്ക് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇന്ന കാര്യം ഇന്ന ആള് ചെയ്യണം, ഇന്ന ഡെഡ് ലൈനിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഓട്ടോമേഷൻ, ഒരു കമാൻഡ് അവിടെ ഉണ്ടാവും. അതിൽ നോക്കിയിട്ട് നമുക്ക് പ്രവർത്തിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നെവർ മിസ്സസ് ദ ഡെഡ് ലൈൻ ഓഫ് വർക്ക്. എല്ലാ കാര്യവും കൃത്യസമയത്ത് നമ്മൾ ചെയ്യും. അവിടെ ഒരു എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നില്ല. കാരണം ഇതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് അവിടെ ഉണ്ട്. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ കൂട്ടാനും അത് സഹായിക്കും. അതാണ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ ഇത് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കണക്റ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഈ ഫിറ്റ്നസ് ആപ്സ് ഒക്കെ ഉണ്ടാവും. ആ ഫിറ്റ്നസ് ആപ്സിൽ നമ്മളെ വെയിറ്റും ഹൈറ്റ് ഒക്കെ കൊടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വർക്കൗട്ട് പ്ലാൻ തരും. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ഇത്, വ്യാഴാഴ്ച ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഗ്രീൻ ടിക്ക് വരും. അപ്പം അവിടെ നമുക്ക് ആ ടാസ്ക് കൃത്യമായിട്ട് അസൈൻ ചെയ്ത ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി പോകും ഡെഡ് ലൈൻ വെച്ച്. അങ്ങനത്തെ ഒരു സാധനമാണ്, സെറ്റപ്പാണ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇലക്ട്രോണിക് ഡാറ്റ ആൻഡ് ഇന്റർചേഞ്ച്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ബില്ലിംഗ് പ്രോസസ് ആണ്. നമ്മളിപ്പോ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു, ബില്ല് ചെയ്യുന്നതും ഒക്കെ ഇലക്ട്രിക്കലി ആണ്. നമ്മളിപ്പോ ഫ്ലിപ്കാർട്ടിൽ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആ ഓർഡർ ചെയ്ത സാധനം നമുക്ക് ഇൻവോയ്സ് ഒക്കെ വരും. പേയ്മെന്റ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇൻവോയ്സ് നമ്മളെ മെയിലിലേക്ക് വരും. പിന്നെ ഷിപ്പിംഗ് നോട്ടീസസ് ഒക്കെ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും നമ്മുടെ ഇമെയിലേക്കും നമ്മളെ ഫോൺ നമ്പറിലേക്കും ഒക്കെ വരുന്നുണ്ട്. അതാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, അതിന്റെ കൺഫർമേഷൻ കിട്ടി, പിന്നെ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ അതിന്റെ കൺഫർമേഷൻ വരുന്നുണ്ട്, പിന്നെ ഇൻവോയ്സ് കിട്ടുന്നുണ്ട്. നമ്മളെ ഈ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഇത് ഓർത്ത് വെച്ചാൽ മതി ഒരു എക്സാമ്പിൾ ആയിട്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ EDI എന്താണ്, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ സർവീസിൽ ICTന്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസ്. ആ ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസ് എന്ന് പറയുന്നത് റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഓർഗനൈസേഷന്റെ റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്. റൊട്ടീൻ ട്രാൻസാക്ഷൻസും രജിസ്ട്രേഷനും ഒക്കെ അതിനെ ഫോളോ അപ്പ് ചെയ്യുക. അതിൽ 2 തരം കൊടുത്തിട്ടുണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ മോണിറ്ററിംഗ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് പ്രോസസ് ലൈക്ക് വർക്ക് ഫ്ലോ സിസ്റ്റം, ERP സിസ്റ്റംസ്. അതായത് ഇന്റേണൽ ആയിട്ട് അവിടുത്തെ ജോലിക്കാരുടെ കാര്യങ്ങൾ മോണിറ്ററിംഗ് ഓഫ് ഓൾ കൈൻഡ് ഓഫ്, അതായത് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് എങ്ങനെ പോകുന്നുണ്ട്, ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എന്നൊക്കെ നോക്കുന്നത്. അതായത് ഈ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഈ എംപ്ലോയീസിന്റെ അവരുടെ ജോബ്സ്, ടാസ്ക് ഒക്കെ അസൈൻ ചെയ്ത് കറക്റ്റ് സമയത്ത് ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇന്റേണൽ അപ്ലിക്കേഷൻ സഹായിക്കുന്നത് നമ്മളെ. അതുപോലെ തന്നെ ചെക്കിംഗ് ദ ഓൺലൈൻ പ്രസൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ടെക്നിക്കൽ സിസ്റ്റം. ഈ പല ടെക്നിക്കൽ സിസ്റ്റംസ് ഉണ്ട്. അതായത് ഓട്ടോമേഷൻ സിസ്റ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽസ്, അതായത് എംപ്ലോയീസ് എങ്ങനെയാണ് അവരുടെ
ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം, നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷൻ ത്രൂ മോണിറ്ററിങ്. ഇതാണ് ഇന്റേണൽ ആയിട്ട് ഉള്ളിലുള്ള ആൾക്കാരെ മോണിറ്റർ ചെയ്യുക, അവരുടെ വർക്ക്സ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. അതാണ് ഇന്റേണൽ, അതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ മാർക്കറ്റ് ആണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യും, നമ്മുടെ പ്രിഫറൻസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയാണ് നമ്മളെ ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നത്. അതിലൂടെ അവർ പുതിയതായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇൻട്രസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി നല്ല പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കാൻ പറ്റും. ഈ ഒരു നമ്മളെ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാം, നമ്മളെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നമ്മളെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡിന് കുറച്ചുകൂടി റീച്ച് കിട്ടാനൊക്കെ ഇത് സഹായിക്കും. നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും അനുസരിച്ച് അവർക്ക് കുറച്ചുകൂടി ബിസിനസ്സിലായാലും ഓർഗനൈസേഷനിലായാലും ഒരു എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റും, അവർക്ക് വളരാൻ പറ്റും. അതാണ് എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള ICTന്റെ ഉപയോഗം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്ലിക്കേഷൻസ് that integrate information communication and registration services are called integrated application. അതായത് ഇതെല്ലാം കൂടിയുള്ള ഒരു സിസ്റ്റംസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞു, പിന്നെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞു, രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടാവും. അതാണ് ഇൻഫർമേഷൻ കിയോസ്ക് ഈസ് ആൻ എക്സാമ്പിൾ. ഇത് നമ്മുടെ വലിയ വലിയ മാൾസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ പോയിട്ട് എൻ്റർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടണമെങ്കിൽ, അതായത് ഇൻഫർമേഷൻ ആണ്, ആ ബ്ലൂ പ്രിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം, അവിടെ പോയി നോക്കേണ്ടി വരും. ഇന്ന സൈഡിൽ ഇന്നതുണ്ട് എന്ന കാര്യം ഈ ഒരു കിയോസ്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടെയുള്ള സ്ക്രീനിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് അതിന്റെ ടെക്നിക്കൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ സർവീസ് അവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഔട്ട്ലെറ്റിലുള്ള കാര്യങ്ങൾ, അതായത് ആ ഒരു മാളിലുള്ള പല പല ഷോപ്സ് ഉണ്ടാവും, അതിലെ കാര്യങ്ങൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഈ ഇൻഫർമേഷൻ കിയോസ്ക് ഒന്നും നമ്മൾ ഇവിടെ അധികം ഒന്നും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അടുത്തതാണ് ഇൻട്രാനെറ്റ്. ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, ഒരു ഓഫീസ് ആപ്ലിക്കേഷൻ ആണ്, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ നെറ്റ്വർക്ക് ആണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അതിലെ ആക്സസ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനീസ്, ഓർഗനൈസേഷൻസ് അവരുടെ എംപ്ലോയീസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഇൻട്രാനെറ്റ് നെറ്റ്വർക്ക് അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ എംപ്ലോയീസ് തമ്മിൽ റിസോഴ്സസ് സർക്കുലേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അവർ ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് അതിൽ ഒരു ആക്സസ് ഇല്ല, കൺസ്യൂമേഴ്സിനും കസ്റ്റമേഴ്സിനും ഒന്നും ഒരു ആക്സസ് അതിലേക്ക് ഇല്ല. അടുത്ത നോക്കാം, ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒരു നല്ലൊരു പെർഫോമൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട്സ് ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ആൻഡ് കൺട്രോൾ ആൻഡ് ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിങ്ങിലും നല്ല ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമ്മളിപ്പോ ഒരു കോസ്മെറ്റിക് കമ്പനിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യം ഈ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യണം. അതൊരു ഇൻഫർമേഷൻ ആണല്ലോ. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കാൻ നോക്കണം. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് കമ്പനിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതാണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. എത്രത്തോളം പ്രാധാന്യം ഉണ്ട് നമ്മുടെ ഓർഗനൈസേഷനിലായാലും ഓരോ ബിസിനസ്സിലായാലും ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ടൂൾസ് ലൈക്ക് ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് മാത്രമാണ്. അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഇൻഫോർമൽ ആയിട്ടൊരു നമ്മൾ എക്സാമ്പിൾ ഒക്കെ നോക്കുന്ന സമയത്ത് ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഒക്കെ
കളക്ഷനും സ്റ്റോറിങ്ങും പ്രോസസ്സും ട്രാൻസ്മിഷനും ഒക്കെ നടക്കുന്നുണ്ട് ഇൻഫർമേഷന്റെ. ആ ഒരു രീതിക്കാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് മെയിൻലി ഒരു എക്സാമ്പിൾ അല്ല. പിന്നെ വരുന്ന ഹൗ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊഡ്യൂസസ് ദ ഇൻഫർമേഷൻ നീഡ്. അത് നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പം ഈ കീബോർഡ് മൗസ് എന്നൊക്കെ പറയുന്നത് ഇൻപുട്ട് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. നമ്മൾ ഒരു കമാൻഡ് കൊടുക്കുന്ന സമയത്ത് ആ കമാൻഡ് എന്താണെന്നത് അനുസരിച്ച് CPU അത് പ്രോസസ്സ് ചെയ്യും. നമ്മളിപ്പം എന്തെങ്കിലും വേർഡ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം CPU അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് മോണിറ്ററിൽ ഔട്ട്പുട്ട് തരിക. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ആ നമ്മൾ അടിച്ച കാര്യം ആ കമാൻഡ് നമുക്ക് വിസിബിൾ ആയിട്ട് മോണിറ്ററിൽ കാണാൻ പറ്റും. അതാണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ഈ ഒരു നോക്കിയാൽ മതി, പിക്ചർ നോക്കിയാൽ മതി. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, നേരത്തെ പറഞ്ഞ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് TPS, ട്രാൻസാക്ഷൻ പ്രോസസ് സിസ്റ്റം. ഈ എല്ലാ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാണ്. അതായത് അവിടുത്തെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുക, അവിടുത്തെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ICTയിലൂടെ എല്ലാം ക്ലിയർ ആയിട്ട് പോവും ഓർഗനൈസേഷന്റെ ബിസിനസ് ഒക്കെ. ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ദാറ്റ് പെർഫോംസ് ആൻഡ് റെക്കോർഡ്സ് ഡെയിലി റുട്ടീൻ ട്രാൻസാക്ഷൻ ഇൻ എ ബിസിനസ്. ഇത് ഡെയിലി റുട്ടീൻ ട്രാൻസാക്ഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ സിസ്റ്റം ആണ് ട്രാൻസാക്ഷൻ TPS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ക്യാഷ് വിഡ്രോവൽ ഫ്രം ATM, അതൊരു എക്സാമ്പിൾ ആണ് TPSന്റെ. കാരണം നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ ആദ്യം അവിടെ ഗേദർ ചെയ്തിട്ടുണ്ടാവും ഈ ATMൽ, നമ്മൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെന്നൊക്കെ. അപ്പൊ നമ്മൾ പോയി ATM ഇടുന്നു, അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻ അതിൽ പ്രോസസ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് വരുന്നത് എന്താ, നമുക്ക് പൈസ അങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതാണ്. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ട് പേപ്പർ വർക്ക് ചെയ്തിട്ട് അവിടെ കുറെ നേരം നിന്നിട്ട് മാത്രം നമുക്ക് ക്യാഷ് കിട്ടും. അപ്പം ATMൽ നടക്കുന്നത് ഈ കാര്യമാണ്. ഈ TPS ആണ് നമ്മുടെ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് അതൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. നമ്മൾ ATMൽ പോയി ATM കാർഡ് ഇടുന്നു, നമ്പർ അടിക്കുന്നു, അത് നമ്മുടെ ഇൻഫർമേഷൻ റീഡ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് പൈസ തരുന്നു. അതുപോലെ തന്നെ ബുക്കിംഗ് ഓഫ് ഫ്ലൈറ്റ് ടിക്കറ്റ് വിയ ഇന്റർനെറ്റ് കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആദ്യം ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ കോസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കും, പിന്നെ സീറ്റ് ബുക്ക് ചെയ്യും, നമ്മൾ വേണ്ട സീറ്റ് നോക്കിയിട്ട് പ്രിഫർ ചെയ്ത് ബുക്ക് ചെയ്യും. അതിനുശേഷം എന്താണ് ഇലക്ട്രോണിക് ടിക്കറ്റ്സ് ജനറേറ്റ് ചെയ്ത് തരും. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് ഈ TPS ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? അത് TPSഉം MIS എന്നൊക്കെ പറയുന്ന ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് റൂട്ടീൻ ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്ക്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ആർക്കാണ് കൊടുക്കുന്നത്? മാനേജേഴ്സിനാണ് കൊടുക്കുന്നത്. നേരത്തെ TPS എന്ന് പറയുന്ന എംപ്ലോയീസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആ റൂട്ടീൻ ഇൻഫർമേഷൻ. ഇവിടെ മാനേജേഴ്സിന് ഒന്ന് എന്താണ് കൺട്രോൾ ചെയ്യാൻ, ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഗാദർ ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടുന്നത്? റിപ്പോർട്ട്സ് ഓൺ ദ ഓർഗനൈസേഷൻസ് കറന്റ് പെർഫോമൻസ്. ഈ റിപ്പോർട്ട് ഈ ഓർഗനൈസേഷന്റെ കറന്റ് പെർഫോമൻസ് എന്താണെന്ന് നോക്കാനുള്ള റിപ്പോർട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് TPS ആണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. TPS നിന്ന് ഗാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടെ MISലേക്ക് വരും. ആ MIS ആണ് പിന്നെ അതൊരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ടായിട്ട് വെക്കുന്നത്. ഇത് MIS ആയാലും TPS ആയാലും എല്ലാത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ സ്മൂത്ത് റണ്ണിങ് ആണ്, ICTന്റെ ഉപയോഗമാണ്, അതുപോലെ തന്നെ ബിസിനസിന്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് ഈ MIS ആയാലും TPS ആയാലും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദിസ് ഇൻഫർമേഷൻ ഈസ് യൂസ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ ബിസിനസ് ആൻഡ് പ്രെഡിക്ട് ഫ്യൂച്ചർ പെർഫോമൻസ്. അതായത് ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മളെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അതായത് നമ്മളെ ഡിസിഷൻ എടുക്കാൻ പറ്റണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇറ്റ് സെർവ്സ് ദ ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ലെവൽ. ഇത് മെയിൻ ആയിട്ട് സീനിയർ ലെവൽ മാനേജേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബാങ്ക് ലോൺ മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെ അതൊരു സിസ്റ്റം ആണ്. അത് ഇറ്റ് യൂസ് ടു വെരിഫൈ ദ ക്രെഡിറ്റ് ഓഫ് ദ ലോൺ അപ്ലിക്കന്റ് ആൻഡ് പ്രെഡിക്ട് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ലോൺ ബീൻ റിക്കവേർഡ്. അതായത് നമ്മള് ക്രെഡിറ്റ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലോണിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സിബിൽ സ്കോർ ഒക്കെ നോക്കുമല്ലോ. അതായത് നമ്മൾ കേപ്പബിൾ ആണോ
ഇത് തിരിച്ചടയ്ക്കാനെന്ന് നോക്കും. അതാണ് അവിടെ ബാങ്കിന്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ അവിടെ മേക്ക് ചെയ്യണം അവർ. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ DSS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ കേപ്പബിൾ ആണോ ഇത് ഈ ലോൺ വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ നോക്കും. നമ്മുടെ സിബിൽ സ്കോറും പേ ചെക്ക് ഒക്കെ ഉണ്ടാവും, പേ സ്ലിപ്പ് ഒക്കെ വേണമല്ലോ. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രം പേ സ്ലിപ്പ് കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ലോൺസ് ഒക്കെ കിട്ടൂ. അതാണ് DSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ബിസിനസ് ഇന്റലിജൻസ് സിസ്റ്റം. അതായത് BIS ആയാലും MIS ആയാലും എല്ലാത്തിന്റെ ഉപയോഗം ഒരുപോലെയാണ്. ഇത് ഹെൽപ്പ് മാനേജേഴ്സ് ആൻഡ് അതർ എന്റർപ്രൈസസ് യൂസേഴ്സ് ടു മേക്ക് മോർ ഇൻഫോംഡ് ഡിസിഷൻ. അതായത് കുറച്ചുകൂടി നല്ല ഡിസിഷൻസ് എടുക്കാൻ, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് എല്ലാം പെർഫോമൻസ്, നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും എല്ലാ ടാസ്കും സമയത്ത് ചെയ്യുന്നുണ്ടോ നോക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ BIS ആയാലും ഉപയോഗിക്കുന്നത്. ഇത് ക്യൂക്ക് റിയൽ ടൈം അനാലിസിസ് കിട്ടും, അതുപോലെ തന്നെ റിപ്പോർട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്താണ്, എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് റിവ്യൂ ആണ്. എല്ലാം ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. അപ്പം ഈ BIS ആയാലും MIS ആയാലും പിന്നെ TPS ആയാലും എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്നാണ്, ഈ ബിസിനസിന്റെ വളർച്ചയാണ്. അത് കുറച്ചുകൂടി ഓട്ടോമാറ്റൈസ് ആക്കുകയാണ്. അതുപോലെ തന്നെ ടാസ്ക് ഒക്കെ ഓട്ടോമാറ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അതിലൂടെ ഒരു ബിസിനസിന്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കുവാണ്. കൺസ്യൂമേഴ്സിനായാലും കസ്റ്റമേഴ്സിനായാലും ആക്സസിബിൾ ആവുക. അതൊക്കെയാണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇന്നെ ടോട്ടാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ICT എന്താണ്, ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്, BIS എന്താണ്, MIS എന്താണ്, എല്ലാം ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും ഒക്കെയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പുതിയ യൂണിറ്റ്സ് കവർ ചെയ്യും. ഈ യൂണിറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ.